അമൃതേശ്വരേ നമഃ. ഏകലവ്യൻ: അർജുന, നിനക്ക് സമ്മാനമായി മറ്റൊരു വില്ലാളി ഇല്ലാതിരിക്കത്തക്കവണ്ണം അത്ര ശ്രദ്ധിച്ച് നിന്നെ ഞാൻ പഠിപ്പിക്കും. ദ്രോണാചാര്യർ അർജുനനോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. എന്നാൽ പ്രഗത്ഭനായ ദ്രോണാചാര്യരുടെ ശിഷ്യത്വം സമ്പാദിച്ച് അസ്ത്രവിദ്യ പഠിക്കാൻ മോഹിച്ചൊരു ബാലനുണ്ടായിരുന്നു. അവനാണ് നിഷാദ രാജാവായ ഹിരണ്യധനുസിന് നിഷാദ രാജാവിൻ്റെ പുത്രനായ ഹിരണ്യധനുസിൻ്റെ മകൻ ഏകലവ്യൻ. കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ഹസ്തനപുരിയിൽ അസ്ത്രവിദ്യ പഠിപ്പിക്കുകയായിരുന്നു ദ്രോണാചാര്യർ. ഏകലവ്യനും അദ്ദേഹത്തെ ഗുരുവായി കരുതി. അസ്ത്രവിദ്യ പഠിപ്പിച്ച് ഒന്ന് ചോദിച്ചു. നിഷാദ രാജ്യക്കാരനാണെന്ന ഒറ്റ കാരണത്താൽ ശിഷ്യത്വം നൽകിയില്ല. എന്നിട്ടും ഏകലവ്യൻ നിരാശനായില്ല. ദ്രോണാചാര്യരെ ഈശ്വരന് തുല്യം സ്നേഹിച്ച് ഗുരുവായി മനസ്സിൽ കരുതി മണ്ണുകൊണ്ട് ദ്രോണാചാര്യരുടെ വിഗ്രഹമുണ്ടാക്കി അതിൽ നമസ്കരിച്ച് ഭക്തിയോടുകൂടി ആയുധ പരിശീലനം തുടങ്ങി. അതുകൊണ്ട് തന്നെ അവന് അനന്യലബ്ധമായ ആയുധപ്രയോഗ സാമർഥ്യവും ശരീരലാഘവമൊക്കെ ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൗരവന്മാരും പാണ്ഡവന്മാരും കൂടി അവരുടെ നായയും കൂടി വിജനമായ സ്ഥലത്ത് കൂടെ അവർ നായാട്ടിന് വേണ്ടി പോയതാ. അസ്ത്രപരിശീലനം നടക്കുന്ന ഏകലവ്യനെ കണ്ട് അവരിലും കുറേ ദൂരം മുന്നിലായി ഓടിയ നായ കുരച്ചങ്ങ് ചാടി 7 അമ്പുകൾ ഏറ്റവും പ്രഗത്ഭമായി തന്നെ പ്രയോഗിച്ചു ഏകലവ്യൻ. നായ ചത്തില്ല. പക്ഷേ വായിൽ അമ്പുകൾ നിറഞ്ഞപ്പോഴോ നിലവിളിച്ചോണ്ട് തിരിഞ്ഞോടി യജമാൻ്റെ മരണ സമീപത്തിലേക്ക്. ആശ്ചര്യം തുളുമ്പുന്ന ഈ ദൃശ്യം കൗരവ പാണ്ഡവന്മാരെ ഏകലവ്യനിലേക്ക് എത്തിച്ചു. നീ ആരാണ് എന്ന ചോദ്യത്തിന് അവൻ ഉത്തരം നൽകി. ഞാൻ നിഷാദ രാജാവിൻ്റെ പുത്രനായ ഹിരണ്യധനുസിൻ്റെ മകനാണ്. മാത്രമല്ല ദ്രോണാചാര്യരുടെ ശിഷ്യരിൽ മുമ്പനായ ഏകലവ്യനാണ്. അത്ഭുതവും വിഷമവും വന്ന കൗരവ പാണ്ഡവന്മാർ തിരിച്ചെത്തി വിവരങ്ങളെല്ലാം ആചാര്യനെ അറിയിച്ചു. ആരുമില്ലാത്ത സമയം നോക്കി അർജുനൻ പരിഭവം പറഞ്ഞു. ഗുരു, എന്നേക്കാൾ മുന്നിലായ ശിഷ്യൻ അങ്ങേക്കുണ്ട്, നിഷാദനായ ഏകലവ്യൻ. ദ്രോണാചാര്യർ ഒന്നാലോചിച്ചു. ഉടനെ അർജുനനെയും കൂട്ടി ഏകലവ്യൻ പരിശീലനം നടത്തുന്ന സ്ഥലത്തെത്തി. ഗുരുവിനെ കണ്ടതും ഓടി വന്നിട്ടവൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ഏകലവ്യ, ഞാൻ നിൻ്റെ ഗുരുവാണെങ്കിൽ, നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ എനിക്കിപ്പോൾ ഗുരുദക്ഷിണ വേണം. ഗുരു, ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത്? ആജ്ഞാപിച്ചോളൂ. എൻ്റെ ഗുരുവിന് കൊടുക്കാൻ വയ്യാത്തതൊന്നും എൻ്റെ പക്കലില്ല. ദ്രോണർ ആവശ്യപ്പെട്ടു. നിന്റെ വലത് കൈയിലെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി തരൂ. ഒട്ടും സംശയിക്കാതെ സങ്കടപ്പെടാതെ ഏകലവ്യൻ തൻ്റെ വലത് പെരുവിരൽ മുറിച്ച് ദ്രോണാചാര്യർക്ക് ഗുരുദക്ഷിണയായി സമർപ്പിച്ചു. കാലചക്രം കറങ്ങുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ടാവാം ദ്രോണർ ഈ വിധമൊരു ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടത്. അർജുനനേക്കാൾ കേമനായ ഏകലവ്യൻ ഒരു പക്ഷേ ദുര്യോധന പക്ഷത്തും കൂടി വന്നാൽ തിന്മയ്ക്കുള്ള വിജയം പൊറുക്കാനാവുന്നതിലും അപ്പുറമായിരിക്കും. അറിവിനും അപ്പുറമാണ് ഗുരുകൃപ. കാലവും പ്രയത്നവും ഈശ്വരകൃപയും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ യഥാർത്ഥ ഫലം സിദ്ധിക്കൂ.
ഓം അമൃതേശ്വരേ നമഃ.